ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അത് എത്രത്തോളം എനിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ഇപ്പൊ 2 ദിവസമായിട്ട് നന്നായിട്ട് ഞാൻ വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പം എൻ്റെ മുഖമൊക്കെ നല്ല ടാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്ന ചാർക്കോളാസിൻ്റെ ഫേസ് മാസ്ക്. അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു അലോവേര ജെല്ലിൻ്റെ ഒരു പ്രൊഡക്റ്റും കൂടെ ഇവർ ഫ്രീ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു ഫേസ് മാസ്കോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എന്ത് ക്രീമാണെങ്കിലും, നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും, ഫേസ് മാസ്ക് ആണെങ്കിലും, എന്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അതുകൊണ്ട് ഇനി ആയിരിക്കാം അവരങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തത്, അറിയില്ല. എന്തായാലും ഞാൻ ഇതായിരുന്നു ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ എനിക്കിങ്ങനെ ഇത് 2 പ്രൊഡക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതെൻ്റെ മുഖത്ത് ഒട്ടിപ്പിടിച്ച് പറിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫേസ് മാസ്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ മുടിയോ അല്ലെങ്കിൽ അങ്ങനെ സെൻസിറ്റീവായിട്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പം പറിക്കുമ്പോൾ മേലോട്ട് നമ്മൾ ഇത് പീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നല്ല പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ചെറിയൊരു ഹെയർ വരുമല്ലോ, അങ്ങനെ ആ വേദന നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെതായ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഒരുപാട് പേര് യൂട്യൂബിൽ ഇത് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ല റിസൾട്ട് പറയുന്നുണ്ട്, വേഗം പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്കും ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. മാത്രമല്ല, ഇതിനെ പറ്റിയിട്ട് വലിയ ഡീറ്റെയിൽസ് വേണോ? ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്താ ഉള്ളത്, ഈ ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓയിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ബ്ലാക്ക് ഹെഡ്, നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ലേ, അതൊക്കെ റിമൂവ് ചെയ്യും, ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ചിലർക്ക് ഈ വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലൊക്കെ മുഖത്ത് എന്താ പറയുക, ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് കണ്ടേ, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടോ, ഞാനിത് പൊട്ടിച്ചിട്ടില്ല. ഞാനിത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഒന്നിച്ചാണ് ഇത് ചെയ്യാൻ പോണത്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. എൻ്റെ സ്ലൈഡ് ഉണ്ട്, എന്താ പറയുക, നമ്മളെ ടിക് ഇല്ലേ, ഇങ്ങനെ ഈ ഒരു സംഭവം ഇത് കൊണ്ടാണ് ഞാനിവിടെ ഓട്സ് ഇടാൻ പോണത്. എങ്ങനെയല്ലേ വരുന്നുണ്ടോ നോക്കട്ടെ. അമ്മ താഴോട്ട് പോയി ഗായ്സ്. സാരല്ല, നമുക്കിത് അപ്ലൈ ചെയ്യാം. ദൈവമേ, താറ് പോലെ ഇരിക്കുക. ഇതെല്ലാം കൂടെ വരാതിരുന്ന നോക്കാം, ട്രൈ ചെയ്യട്ടെ. സത്യം പറയാലോ, ചെറിയൊരു ഹോൾസ് വെച്ചാൽ മതിയായിരുന്നു. എല്ലാം കൂടെ ഇപ്പം കൈ കണ്ണോ എന്താണോ ആവോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതും കൂടെ ഇപ്പം ഞാൻ പീൽ ചെയ്യേണ്ടി വരുമോ എന്നൊന്നും ഞാൻ അറിയത്തില്ല. എൻ്റെ മീശ
ഇതൊക്കെ പറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ആലോചിച്ചിട്ടാണ് ഇപ്പം ഒരു 1.5 വേദന സഹിക്കാനായി ഞാൻ റെഡിയായിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിച്ച അത്ര വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഒരുപാട് പേര് ചെയ്തതല്ലേ, അപ്പോൾ അവരൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല വേദനയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇത് യൂസ് ചെയ്തവരൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത്. ഒരുപാട് എന്താ പറയുക, നന്നായിട്ട് ബ്ലാക്ക് ഹെഡ് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? അപ്പം ദേവയുണ്ട്, മെല്ലെ താഴോട്ട് ഇറങ്ങി വരുന്നു. ഓ, ദേവ വരുന്നുണ്ട്. അപ്പം ദേവ ഇതിപ്പം കാണുമ്പോൾ എന്താ സിറ്റുവേഷൻ നോക്കാം. ടൺ 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 അതാ വരുന്നുണ്ട് കേട്ടോ. ഇത് ക്രീമാ ബേബി. അമ്മ സുന്ദരിയാവാൻ വേണ്ടിട്ടല്ലേ? എനിക്ക് പേടിയുണ്ടോ? അതവിടെ വെക്ക്, അതവിടെ വെക്ക്. ഇതാ കൈ കണ്ടോ? ഇതിനെ കൊണ്ട് തൊട്ട് പോകാം. അങ്ങോട്ട് മാറി. അതൊന്നും എടുക്കാൻ പാടില്ല. ഇത് സമയം കഴിയുന്നടാ. ഇതെല്ലാം കൂടെ വേഗം വേഗം ഇടാം. വേഗം വേഗം ചെയ്യാം. ഹായ് ഗായ്സ്, ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ നമ്മുടെ ടേബിൾ ഫാനിന്റെ മുന്നിൽ നിന്നിട്ട് വന്നതാണ്. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ? പക്ഷെ ഇത് പറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തൊട്ട് വയ്ക്കാം. ഓക്കെ, സെറ്റ്. അപ്പം ഇത് പറിക്കുന്ന കാണാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എൻ്റെ ചീഫ് ഗസ്റ്റ്. ആരാ ചീഫ് ഗസ്റ്റിന്റെ പേരെന്താ? സാറാണോ? അനുദേവ് കൃഷ്ണ. അപ്പോൾ ഓക്കെ, നമുക്കിത് മെല്ലെ പീൽ ചെയ്ത് നോക്കാം. ചെറിയൊരു വേദന ഉണ്ട്. ഇതടാ സുന്ദരിയായോ? നീ വരയ്ക്കണ്ട. എന്നാ പിടിച്ചോ. നീ അവിടെ ഇരിക്കെ. അങ്ങനെ വരയ്ക്കരുത്. ചെറിയ വേദനയൊക്കെ വരുമ്പോ ദേവ പറിക്കാൻ വായിലൊന്നും ഇടരുതേ. ചീത്ത സാധനം. നല്ല ദൈവമേ, ശരിക്കും നല്ല സെറ്റ് സാധനം കേട്ടോ. നമുക്ക് നല്ലതാ. നിങ്ങൾ ഞാൻ പറിക്കുമ്പോൾ കണ്ടോ എൻ്റെ സ്കിന്നോട് കൂടി ചുണ്ടും ഒന്നും വരുന്നുണ്ട്. ചെറിയൊരു വേദനയുണ്ട്. അത് തന്നെ അമ്മ ഇങ്ങനെ പറിക്കുന്നു. സെറ്റ്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. നോക്കി, ഇവിടെയാണ് ടാസ്ക് ഗൈസ്. ഇവിടെ എൻ്റെ മുടി. ദൈവമേ, ഞാൻ തീർന്നു. ചെറിയ വേദന, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രോമമൊക്കെ മുഖത്തുള്ളവർക്ക് നല്ല 1.5 ടാസ്ക് ആയിരിക്കും. ഇവിടെ കിട്ടുന്നില്ല. കണ്ട ചെറിയ വേദന. പക്ഷെ ഈ അമ്മേ സീനാണ് ഗൈസ്. ഇവിടെ ഒക്കെ പറിക്കുമ്പോൾ ഇവിടെ ഒക്കെ എനിക്ക് വേർത്തിട്ട് ഗൈസ് വളർന്നു വരുമ്പോൾ അടുത്ത യൂട്യൂബർ ആവാനുള്ള പരിപാടിയാണ് എൻ്റെ ദേവ. കേൾക്കുന്നില്ല അവൻ പറയുന്നത്? പുറത്തൊക്കെ ചാടുന്ന ഇതാണ് അവസ്ഥ.
ഇപ്പൊ നോക്കൂ ഗൈസ്, നല്ല സൂപ്പർ സാധനമാണ്. കിഡിലനായൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂക്കിന്റെ ഇവിടെ ഒക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് അങ്ങനെ വരും. ഒരുപാട് നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ചാക്കോ ഗ്ലാസിന്റെ ഈ ഒരു ഫേസ് മാസ്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, പൊളിയാണ്, സെറ്റാണ്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിനി പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ എനിക്കൊരു അലോവേര ജെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുഖം ഞാൻ ആ മാസ്ക് എടുത്തതിന് ശേഷം ഇത്തിരി ജെല്ല് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അത് കുറച്ച് എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.